ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്തത് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഹോംവർക്ക് തന്നത് MLE കാണാനായിരുന്നു. MLE ഓഫ് മീൻ ആൻഡ് വേരിയൻസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വിത്ത് റെസ്പെക്ട് ടു മീൻ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വേരിയൻസിൽ MLE കാണാനായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ മ്യൂവിൻ്റെയും കാണണം, സിഗ്മയുടെയും കാണണം എന്നേ ഉള്ളൂ. അതിലെന്താ നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് എനിക്ക് അറിയില്ല, നോക്കാം. അവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/√2π സിഗ്മ e raised to -1/2 x minus mu by sigma all square. അപ്പോൾ നമ്മൾ റാൻഡം സാമ്പിൾസ് എടുത്തു, x1 x2 xn. എഫ് എഴുതി. നമ്മൾ ആദ്യം തന്നെ എല്ലാണ് കാണാം. പ്രൊഡക്റ്റ് ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 1/√2π സിഗ്മ അതിന്റെ പവർ n e raised to -1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi minus mu all square എന്ന് വരും. അതൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ലോഗ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ലോഗ് എല്ലാം എടുക്കുമ്പോൾ ഇവിടെ എന്ന് പറയുന്നത് log 1 മൈനസ് log ഓഫ് ദിസ് എന്ന് വരും. log 1 0 ആണ്, അതാണ് ഇവിടെ മൈനസ് വന്നേ. log 1 മൈനസ് log ഓഫ് 1√2π സിഗ്മ ഹോൾ പവർ n ആണ് വരിക. log 1 0 ആണ്. അപ്പൊ മൈനസ് n log √2π പ്ലസ് log സിഗ്മ മൈനസ് ഇത് ചെയ്യുമ്പോ ഈ റേസ് ടു ആയതുകൊണ്ട് ഈയും ലോഗും ക്യാൻസൽ ചെയ്ത് പോയി ഈ മോളിലത്തെ ടേം മാത്രം വരും. -2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് മ്യൂ ഓൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് എടുത്ത് എഴുതുമ്പോൾ -n log √2π -n log സിഗ്മ -1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ xi മൈനസ് മ്യൂ ഓൾ സ്ക്വയർ log 1 ആണ്. ഇനി നമ്മൾ ആദ്യം ചെയ്യണത്, നമുക്ക് MLE കാണാനായിട്ട് ദോ log L by ദോ മ്യൂ ഈക്വൽ ടു 0 എന്ന് കാണിക്കും. ആദ്യം മ്യൂവിലാണ് ചെയ്യണത്. മ്യൂവിന്റെ ആണ് ആദ്യം MLE കാണുന്നത്. അപ്പൊ മ്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ ഇതില് മ്യൂ ഇല്ല, ഇത് 0 ആണ്. ഇതിലും മ്യൂ ഇല്ല, ഇത് 0 ആണ്. ഇത് മാത്രം വരും. അപ്പൊ -1/2 സിഗ്മ സ്ക്വയർ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 സമ്മേഷൻ xi മൈനസ് മ്യൂ ഇൻറ്റു മ്യൂവിനെ ചെയ്യുമ്പോൾ -1 എന്ന് കിട്ടും. മൈനസ് ക്യാൻസൽ ചെയ്ത് പോയി 1/2 സിഗ്മ സ്ക്വയർ സമ്മേഷൻ 2 xi മൈനസ് മ്യൂ എന്ന് വരും. അപ്പൊ അതിൽ 2 സിഗ്മ സ്ക്വയർ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് സമ്മേഷൻ xi മൈനസ് 2 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി, 2 ക്യാൻസൽ ചെയ്ത് പോയി. സിഗ്മ സ്ക്വയർ ഇപ്പുറത്തേക്ക് എടുത്തു, 0 ആയിപ്പോയി. അപ്പൊ മൈനസ് ക്യാൻസൽ ചെയ്ത് പോയി. സമ്മേഷൻ xi മൈനസ് മ്യൂ ഈക്വൽ ടു 0. സിഗ്മ സ്ക്വയർ ഇപ്പുറത്തേക്ക് എടുത്തു. ഇനി നമുക്ക് സമ്മ് ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യണത്. സമ്മേഷൻ xi മൈനസ് സമ്മേഷൻ മ്യൂ. സമ്മേഷൻ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ തന്നെ n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ n മ്യൂ എന്നാണ് വരിക. അപ്പൊ സമ്മേഷൻ xi മൈനസ് n മ്യൂ ഈക്വൽ ടു 0. അപ്പോ സമ്മേഷൻ xi-നെ നമുക്ക് nx ബാർ എന്ന് എഴുതാലോ, കാരണം സമ്മേഷൻ xi ബൈ n എന്ന് പറയുന്നതാണ് x ബാർ. അപ്പൊ nx ബാർ മൈനസ് n മ്യൂ ഈക്വൽ ടു 0. n കോമൺ എടുത്തു കഴിഞ്ഞാൽ n ഇൻറ്റു x ബാർ മൈനസ് മ്യൂ ഈക്വൽ ടു 0. n ഇവിടെ നോൺ സീറോ ആണ്. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് x ബാർ മൈനസ് മ്യൂ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ മ്യൂ ഈക്വൽ ടു x ബാർ എന്ന് കിട്ടും. ഇനി നമ്മൾ ദോ സ്ക്വയർ log L ബൈ ദോ മ്യൂ സ്ക്വയർ ചെയ്യുമ്പോൾ, അതായത് ഇതിനെ നമ്മൾ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സമ്മേഷൻ xi മൈനസ് മ്യൂ ബൈ സിഗ്മ സ്ക്വയർ. സമ്മേഷൻ xi ബൈ സിഗ്മ സ്ക്വയർ മൈനസ് n മ്യൂ ബൈ സിഗ്മ സ്ക്വയർ. സമ്മ് ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ -n ബൈ സിഗ്മ സ്ക്വയർ എന്ന് വരും. അത് ലെസ് ദാൻ 0 ആണ്. അപ്പോ x ബാർ, അതുകൊണ്ട് ദോ സ്ക്വയർ log L ബൈ ദോ മ്യൂ സ്ക്വയറും നെഗറ്റീവ് ആണെന്ന് കിട്ടി. അപ്പൊ മ്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് x ബാർ ആണ്. അപ്പൊ x ബാർ ആണ് MLE. അത് കണ്ടത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? അതായത് L കണ്ടു, പ്രൊഡക്റ്റ് എഴുതി, എന്നിട്ട് log L എടുത്തു, വിത്ത് റെസ്പെക്ട് ടു മ്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ ഇതൊക്കെ 0 വരും. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, എന്നിട്ട് മ്യൂവിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത്രേ ചെയ്തുള്ളൂ. അടുത്തത് നമ്മൾ സിഗ്മയിലാണ് ചെയ്യണത്. log L എന്ന് പറയുന്നത് നമുക്ക്
ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സിഗ്മ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ ഇത് 0 ആയി, ഇവിടെ സിഗ്മ ഇല്ല. ഇവിടെ -n ലോഗ് സിഗ്മേനെ ചെയ്യുമ്പോൾ 1/σ മൈനസ് ഇതിനെ ചെയ്യുമ്പോൾ സമ്മേഷൻ xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. 1/2 ഉണ്ട്. 1/σ² ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതായത് σ⁻²നെ ചെയ്യുമ്പോൾ -2 × σ⁻³ അപ്പൊ അത് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് -n/σ മൈനസ് പോയിട്ട് പ്ലസ് സമ്മേഷൻ xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ σ³ എന്ന് കിട്ടി. അപ്പൊ 1/σ കോമൺ എടുക്കുമ്പോൾ -n പ്ലസ് സമ്മേഷൻ xi മൈനസ് മ്യൂ ബൈ σ². അപ്പൊ അതില് ഈ സിഗ്മ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തു പോയിട്ട് ഇതാണ് ചെയ്യണത്. അപ്പൊ നമ്മള് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, -n⁡σ² പ്ലസ് സമ്മേഷൻ xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ σ². ഈ σ² വീണ്ടും ഇപ്പുറത്തേക്ക് എടുത്തു. നമുക്ക് അപ്പൊ ചെയ്യുമ്പോൾ സമ്മേഷൻ xi മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ മൈനസ് n⁡σ² ഈക്വൽ ടു 0. അപ്പൊ n⁡σ² എന്ന് പറയുന്നത് ഇതാണ്, σ² എന്ന് പറയുന്നത് ഇതാണ്. സിഗ്മയുടെ വാല്യൂ ആണ് നമുക്ക് അല്ല സിഗ്മയല്ല, നമ്മളിവിടെ വേരിയൻസ് σ² ആണ്. അപ്പൊ σ²ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ δ² ലോഗൽ ബൈ δσ² ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെന്ന് കിട്ടി. അപ്പൊ MLE എന്ന് പറയുന്നത് സമ്മേഷൻ xi മൈനസ് x⁻ ബൈ n അതിന്റെ സ്ക്വയർ ആണ്. അത് നമ്മൾ ഒന്നും ചെയ്തില്ല, ലോഗല് കണ്ടുവച്ചു, വിത്ത് റെസ്പെക്ട് ടു സിഗ്മ ഡിഫറൻഷിയേറ്റ് ചെയ്തു, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്തു. എന്നിട്ട് അതൊന്ന് അറേഞ്ച് ചെയ്ത് സിഗ്മയുടെ വാല്യൂ കണ്ടുപിടിച്ചു. നമ്മൾ ഏതിന്റെയാണ് MLE കാണണ്ടേ, ആദ്യം തന്നെ ഫംഗ്ഷൻ എഴുതുക, L കണ്ടുപിടിക്കുക, പ്രൊഡക്റ്റ് ആക്കി എഴുതുക, ലോഗ് L എടുക്കുക. എന്നിട്ട് ഇപ്പൊ സിഗ്മയുടെ ആണ് ഈ സിഗ്മ, അല്ലെ മ്യൂവിന്റെ ആണ് ഈ മ്യൂ, വിത്ത് റെസ്പെക്ട് ടു ലോഗ് Lനെ അത് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് മ്യൂവിന്റെ ആണെന്നുണ്ടെങ്കിൽ മ്യൂവിന്റെ വാല്യൂ അതിൽ നിന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സിഗ്മയുടെ ആണെങ്കിൽ സിഗ്മയുടെ വാല്യൂ അതിൽ നിന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ലോഗൽ ബൈ δσ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണോ കിട്ടണേന്ന് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തുല്ലോ ലോഗൽ ബൈ δσ, അതിന് സിഗ്മയുടെ വാല്യൂ എത്രയാണോ കിട്ടിയേ അതായിരിക്കും നമ്മുടെ റിക്വയർഡ് MLE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻ ജനറൽ തീറ്റയുടെ ആണ് MLE കാണണമെന്നുണ്ടെങ്കിൽ എല്ലും ലോഗലും കണ്ടുപിടിച്ചിട്ട് ലോഗൽ ബൈ തീറ്റ കാണുക, എന്നിട്ട് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ആ തീറ്റയുടെ വാല്യൂ MLE ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്യണം, അതായത് δ² ലോഗൽ ബൈ θ². അതായത് നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ച് കിട്ടിയതിനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തീറ്റയുടെ വാല്യൂ കിട്ടിയതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള MLE. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തന്നെ ഒന്ന് കിട്ടുന്നുണ്ടോ നോക്കുക, എവിടെയാണ് തെറ്റിയെ, എന്താണ് മനസ്സിലാവാത്തതെന്ന് നോക്കുക. ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഇനിയിപ്പൊ ഒന്നും കൂടെ പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഒരു നോട്ട് ഉണ്ട്. മ്യൂ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ σ²ന്റെ MLE ഇപ്പൊ കിട്ടിയത് എന്ന് പറയുന്നത് സമ്മേഷൻ xi മൈനസ് ഇവിടെ x⁻ ആണ്, മ്യൂ അറിയാവുന്നുണ്ടെങ്കിൽ x⁻ ഈക്വൽ ടു മ്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് xi മൈനസ് മ്യൂ ബൈ n σ². മ്യൂ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മള് x⁻ തന്നെ ഇട്ടാൽ മതി. ഇനി σ² അറിയാവുന്നുണ്ടെങ്കിൽ മ്യൂവിന്റെ MLE എന്ന് പറയുന്നത് x⁻ ആണ്, നമ്മൾ ചെയ്തല്ലോ. ഓക്കെ, അതൊരു നോട്ട് പോലെ ചുമ്മാ പറഞ്ഞു. ഓക്കെ, അപ്പോ ബാക്കി ഇനി അടുത്ത ദിവസം എടുക്കാം. താങ്ക് യു. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം.